ദൈവ സന്നിധാനത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ പ്രവർത്തിക്കാണ് പ്രാധാന്യമുള്ളത്. ദൈവസന്നിധാനത്തിൽ വിശ്വസ്തരായിട്ട് നിൽക്കുവാൻ, കർത്താവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുവാൻ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് കഴിയണം. ആമേൻ. സ്വന്തം അവരോട് പറയുകയാണ്, നീ രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. അപ്പോൾ ഇവർക്ക് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവ്, ഞങ്ങൾ ധനവാന്മാരാ, ഞങ്ങൾ സമ്പന്നരാ, ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല എന്നൊക്കെ നീ പറയുന്നുണ്ടെന്ന് ആമേൻ ആ സഭയോടെ പറയണം. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കർത്താവ് നോക്കുമ്പോൾ നീ നിർഭാഗ്യവാനാ, നീ അരിഷ്ടനാ, ദരിദ്രനാ, കുരുടനാ, നഗ്നന എന്നൊക്കെ കർത്താവ് പറയുക. സ്വന്തം അപ്പോൾ ഇവർ പുറമേ നോക്കുമ്പോൾ ഇവർക്ക് ഒത്തിരി സമ്പത്തുണ്ട്. പക്ഷെ കർത്താവിനോട് പറയുക, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വേണം ധരിക്കേണ്ടെന്ന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടെന്ന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ എന്നോട് ബുദ്ധി പറയുന്നു. നോക്കിയ ദൈവം നോക്കുമ്പോൾ അവൻ സ്വന്തം ആത്മീയരായ ഒരു സമ്പന്നരല്ല. ഹല്ലേലൂയ. അടുത്തായിട്ട് കർത്താവ് പറയുക, ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം